ചീത്തയൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനെ, അമ്മച്ചി, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെ നമ്മൾ ചീത്ത പറയും. നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും നമ്മുടെ ലൈഫ് ഇങ്ങനെ വളരെ സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലൈഫ് എൻഡിങ് ആയിട്ടുള്ള, ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നു വിടുന്നു. അതായത് നമ്മുടെ ലൈഫ് ഇനി അധികകാലം പോവില്ല, അത് പെട്ടെന്ന് തന്നെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അത്തരം ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള പോലെ ഒരു ഡിസീസ്, അതായത് ക്യാൻസർ പോലൊരു വൃത്തിയായിട്ടൊരു ഡിസീസ് വരുന്നു. സ്ഥിരം കാണുന്ന ആ ഒരു ക്ലിഷേ സ്റ്റോറി ലൈൻ തന്നെയാണെങ്കിലും ഈ സിനിമയിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പെയിനും ആളുകളുടെ ട്രാജിക് സെൻറ്റിമെൻറ്റ്സിലൂടെയും പോകുന്നതിലുപരിയായിട്ട് എങ്ങനെയാണ് അത്തരം ഒരു സിറ്റുവേഷനെ വളരെ റെസ്പോൺസിബിളായിട്ട് കൈകാര്യം ചെയ്യുന്നതെന്നും അത്തരം ഒരു സിറ്റുവേഷനിൽ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ എങ്ങനെയാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എങ്ങനെ നിങ്ങളെ തന്നെ വളരെ പ്ലസൻ്റായിട്ടും ഇൻസ്പയറിംഗ് ആയിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാമെന്നൊക്കെയാണ് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നൊരു സാധനം. ആൽമണ്ടും തോബിയാസും പ്രണയത്തിലാണ്. ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ജെൻറ്റിൽ ആൻഡ് സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുള്ളും സ്വീറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. ഇത്ര ജെൻറ്റിലായിട്ടൊരു റിലേഷൻഷിപ്പിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു ഡെപ്ത്, അവർ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അവരൊക്കെ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഈവൻ ഇവർ വഴക്കിടുമ്പോൾ പോലും അവർ എന്ത് റെസ്പോൺസിബിൾ ആയിട്ടാണ് ആ ഒരു വഴക്കിനെ പോലും കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടിട്ട് എനിക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ എന്ന് ഡൗട്ട് തോന്നി. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാകും, യെസ്, ഇങ്ങനെയും റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആൻഡ് ലവബിൾ ആയിട്ട് റിലേഷൻഷിപ്പിനെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക,